മക്കളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. എന്തൊക്കെയുണ്ട് മക്കളെ വിശേഷം? കൈഫ ഹാലുക്കും? സുഖമല്ലേ? നമ്മള് മദ ഫഹിംന ഔ ദറസ്ന ഫിൽ ഫുസൂലിൽ മാദിയ ഒന്നാമത്തെ യൂണിറ്റിലെ പാഠങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞു അല്ലേ? അവസാനം സാർ എന്താ പറഞ്ഞേ? അൽ അർളു ജമീല അത്വബീഅതു ലിൽ ജമീഅ. ഭൂമി നല്ല രസമാണ് കാണാൻ. അതിന്റെ പ്രകൃതി എല്ലാവർക്കും ഉള്ളതാണ്, നമുക്ക് മാത്രമല്ല. അതുകൊണ്ട് അത് വൃത്തികേടാക്കരുത്. നമ്മൾ നളീഫായി സൂക്ഷിക്കണം എന്നൊക്കെയല്ലേ പറഞ്ഞത്, അല്ലേ? അപ്പൊ ഭൂമിയില് നമുക്ക് എല്ലാം നമ്മുടേത് മാത്രമല്ല, മറ്റുള്ളവരുടെ കൂടിയാണ്. അപ്പോ ഇനി നമുക്ക് രണ്ടാമത്തെ യൂണിറ്റിലേക്ക് കിടക്കാം. അൽ വഹ്ദത്തു അസ്സാനിയ. കം ഇതെത്രയാ? രണ്ടില്ലേ? രണ്ടാമത്തെ യൂണിറ്റ്. രണ്ടാമത്തെ യൂണിറ്റ് എന്താ നമുക്ക് നോക്കുന്നതിന് മുമ്പ് സാർ ഒരു വീഡിയോ കാണിച്ചു തരാം. ഹൈ അനുഷാഹിദ്, നമുക്ക് കാണാം. കാണല്ലേ? നോക്കിയേ, ഇവിടെ എന്താ കാണണേ? ഹുനാക ഉറാബുല്ലേ, ഒരു കാക്കയുണ്ട്. കാക്ക എന്താ പറയുന്നത് നമുക്ക് നോക്കാം. ആഹാ, കണ്ടോ ഇന്ന് മാലിന്യം വലിച്ചെറിഞ്ഞിരിക്കുന്നത്? എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്വമാണ്. അത് സംസ്കരിക്കാനുള്ള സഹായമാണ് ഹരിതകർമ്മസേന ചെയ്യുന്നത്. പ്ലാസ്റ്റിക്. എന്താ കാക്ക പറഞ്ഞത്? എന്റെ മാലിന്യം എന്റെ ഉത്തരവാദിത്തമാണ്, അല്ലേ? ഞാൻ ഉണ്ടാക്കിയ വേസ്റ്റ് ഞാൻ തന്നെ കൊണ്ട് അത് വൃത്തിയായി സംസ്കരിക്കണം. പക്ഷെ സംസ്കരിക്കാൻ നമ്മുടെ വീട്ടിലൊക്കെ കുറെ ആളുകൾ ഇപ്പൊ വരാറില്ലേ? ഒരു ഗ്രീൻ കളർ ഡ്രസ്സൊക്കെ ധരിച്ചിട്ട് കുറെ ആളുകള്. ആരാ അവര്? ഹരിതകർമ്മസേന, അല്ലേ? കേട്ടിട്ടുണ്ടാവും. കുപ്പിച്ചില്ല്, പഴയ ചെരുപ്പ്, ബാഗ് തുടങ്ങിയവയെല്ലാം ഹരിതകർമ്മസേന നിശ്ചിത ഇടവേളകളിൽ വന്ന് ശേഖരിക്കും. എന്നാൽ പാൽ കവർ, പാക്കേജിംഗ് കവറ്, എണ്ണക്കവറുകള്, ഇറച്ചിയും മീനും വാങ്ങുന്ന കവറുകള് തുടങ്ങിയവ വൃത്തിയാക്കി വേണം ഞങ്ങൾക്ക് കൈമാറാനായിട്ട്. അല്ല, ഇപ്പൊ ഹരിതകർമ്മസേനക്ക് നമ്മള് എല്ലാം വൃത്തിയാക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ പുഴുവും മറ്റും വന്ന് സംസ്കരിക്കാൻ പറ്റാതെയാകും. കത്തിക്കേണ്ട കണ്ട, ഇനി വേറൊരു വീഡിയോയും കൂടി സാറ് കാണിച്ചു തരാം. ഒരു കോമഡിയാ, നോക്കാം. കേട്ടോട്ടാ. ഓ അതെടുന്നാ പോക ഈ പ്ലാസ്റ്റിക് കത്തി മണക്കുന്നുണ്ടല്ലോ. അതാ മനോഹരന്റെ പണിയായിരിക്കും. ഇനി വാരാനും നമുക്കിന്ന് രണ്ടിലൊന്നറിയണം. അല്ല മനോഹര, ഞാളെല്ലാം മനുഷ്യന്മാരാ, അല്ലാണ്ട് വായക്കൊലയല്ല. ഇങ്ങനെ പുകയിട്ട് പകപ്പിക്കുവേ. പിന്നെ ഞാനിതെന്താക്കാനാ? 3 നേരം വാരി വലിച്ച് തിന്നാനാ? ശരിയാ, ഞാള് 3 നേരം വേയിച്ചല്ലേ തിന്നല്. രാവിലെ പാലിന്റെ കവറ് കൊണ്ട് ചപ്പാത്തി, ഉച്ചക്ക് കുപ്പിച്ചില്ലിന്റെ ചോറ്, പൊട്ടിയ പിഞ്ഞാണത്തിന്റെ കൂട്ടുവനും. ചോറിന്റെ കൂടെ വള്ളി പൊട്ടിയ ചെരുപ്പ് നിർത്തിപ്പൊരിച്ച വേറെ ഉണ്ടാവും. നിങ്ങൾ രണ്ടാളും കൂടിയോ ആളെ പൊട്ടനാക്കും വന്ന? എല്ലാന്ന് പ്ലാസ്റ്റിക് കത്തിച്ച പുകയില് ഡയോക്സിൻ ഉണ്ട്. അത് ശ്വസിച്ച് നമുക്കെല്ലാം ക്യാൻസർ ആ വരുവാ. നിങ്ങൾക്ക് ഇതെല്ലാം ഹരിതകർമ്മസേനക്ക് കൊടുത്താ പോരെ? എന്റെ കുട്ടി, ഇതൊക്കെ പ്ലാസ്റ്റിക് കത്തിക്കാൻ പാടില്ല, അല്ലേ? അത് ഹരിതകർമ്മസേനക്ക് കൊടുക്കണം, അല്ലേ? നമ്മള് വൃത്തിയായി നമ്മുടെ പരിസരം ശുദ്ധിയാക്കാൻ വേണ്ടിയിട്ട് നമ്മള് എല്ലാം നമ്മുടെ മാലിന്യം നമ്മുടെ ഉത്തരവാദിത്തമായിട്ട് മനസ്സിലാക്കണം. നമ്മുടെ ഡ്യൂട്ടിയാണ്, അല്ലേ? നിങ്ങളുടെ കുട്ടികളും അതുപോലെ തന്നെ ചെയ്യണം. നേരത്തെ പഞ്ചായത്തുകാർ ഫ്രീ ആയിട്ട് കൊണ്ടുപോയതാ. ഇപ്പൊ അവർക്ക് വേസ്റ്റ് എടുക്കുന്നതിന് പൈസ കൊടുക്കണം. പണം പിണുങ്ങുവാനുള്ള ഓരോരോ പരിപാടി. മനോഹരമായിരിക്കുന്നു മനോഹര. എനിക്ക് മണങ്ങോദരെന്നാ പേര് ചേരുക. 2016 കേന്ദ്ര സർക്കാരിന്റെ പ്ലാസ്റ്റിക് മാലിന്യ പരിപാലന നിയമം അനുസരിച്ചാണ് പൈസ വാങ്ങുന്നത്. അതിൽ തട്ടിപ്പൊന്നുമില്ല. എല്ലടോ, സർക്കാർ തരുന്ന കറണ്ടിനും വെള്ളത്തിനെല്ലാം നമ്മൾ പൈസ കൊടുക്കുന്നില്ലേ? അപ്പൊ ഈ സേവനത്തിന് ചെറിയൊരു തുക കൊടുക്കുന്നതിന് എന്തെന്നാ പ്രശ്നം? ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് വെറുതെ ഉണ്ടാവുന്നതല്ലല്ലോ. ഇതൊക്കെ സർക്കാരിന് നിരോധിച്ചാ പോരെ? ഇപ്പൊ മാർക്കറ്റിൽ പോയാല് വിഷം വാങ്ങാൻ കിട്ടൂല്ലേ? സർക്കാർ നിരോധിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇനി അത് വാങ്ങി കുടിക്കുവോ? അതില്ല. എന്നാലും വേസ്റ്റ് എടുക്കാൻ പൈസ എന്ന് പറയുമ്പോ ഒരു ഇത് പറയുന്ന കേട്ടാ വിചാരിക്കൂ ഒരു പറമ്പ് വാങ്ങുവാനുള്ള പൈസ ആയി കൊടുക്കുന്നത്. എന്തെല്ലാം കാര്യത്തിന് നമ്മൾ വെറുതെ പൈസ ചെലവാക്കുന്ന അല്ല, അപ്പൊ നമ്മുടെ വൃത്തിയാക്കുന്ന കാര്യമാണ് എന്താ പറയുന്നത്? നമ്മുടെ പരിസരം വൃത്തിയാക്കുന്ന കാര്യമാണ് പറഞ്ഞത്. നമുക്കിനി പഠിക്കാനുള്ളത് അത് തന്നെയാണ്. അൽ ബിഅത്തുൻ നളീഫ, വൃത്തിയുള്ള പരിസരം.
അല്ലെ? വൃത്തിയുള്ള പരിസരം. അതിൽ നമുക്ക് ഒന്നാമത്തെ പാഠഭാഗം നോക്കാം. എന്താണ്? ഉമ്മാലുൽ ബലദിയ. ഉമ്മാലുൽ ബലദിയ. നമ്മൾ നേരത്തെ പറഞ്ഞ ഹരിതകർമ്മസേനയ്ക്ക് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം. ഉമ്മാലുൽ ബലദിയ, കോർപ്പറേഷൻ വർക്കുകാർ. കോർപ്പറേഷൻ അല്ലെങ്കിൽ എന്താണ് മുനിസിപ്പാലിറ്റി എന്നൊക്കെ കേട്ടിട്ടുണ്ടോ മക്കള്? മുനിസിപ്പാലിറ്റി, പഞ്ചായത്ത്, ജില്ല, അതിനാ നമ്മൾ ബലദിയ എന്ന് പറയാം. എന്താണ്? മുനിസിപ്പാലിറ്റി ജോലിക്കാർ. മുനിസിപ്പാലിറ്റി ജോലിക്കാർ. ആരാണ് അവര്? ഇവിടെ ഒരു പടമുണ്ട്, കണ്ടോ? ഇവരാണ് ഉമ്മാലുൽ ബലദിയ. നമ്മളെ വേസ്റ്റുകളൊക്കെ വൃത്തിയാക്കി കൊണ്ടുപോകുന്ന ആളുകളല്ലേ? അതെ. ഇവിടെ നോക്കൂ, ഈ പേജിൽ എന്താ ഉള്ളത്? ഹുനാക റജുല്. ഒരാള് വന്നിട്ടുണ്ട്. എവിടേക്കാ വന്നത്? ഹുനാക ഹദീഖ. ഇവിടെ നല്ല മനോഹരമായിട്ടുണ്ട് അല്ലേ? മനോഹരമായിരിക്കുന്നു. അവിടേക്കാണ് ആര് വന്നത്? ഇയാള് വന്നത് അല്ലേ? ഫി യദിഹി ഷൈഉൻ. അയാളുടെ കയ്യിൽ എന്തോ ഉണ്ട്. എന്തായിരിക്കും? ഇത് കുമാമയാണ് അല്ലേ? കുമാമ, വേസ്റ്റും കൊണ്ട് വന്ന് കളയാൻ വന്നിരിക്കുകയാണ്. അപ്പോ അയാൾ എന്തോ ആലോചിച്ചു. മാതാ, എന്താണ് ആലോചിച്ചത്? ഞാൻ ഇവിടെ വേസ്റ്റ് ഇട്ടാൽ എന്ത് സംഭവിക്കും? കണ്ടോ, ഇവിടെ ആകെ എന്താണ് വൃത്തികേടാവും അല്ലേ? അവിടെ പട്ടി വരും, പട്ടികൾ വന്ന് കൂടും, അതുപോലെ വേറെ ജീവജാലങ്ങൾ വന്ന് കൂടും. അതെല്ലാം തിന്ന് വൃത്തികേടാക്കും അവിടെ. അപ്പോ അങ്ങനെ അയാൾക്ക് തോന്നാൻ കാരണം എന്താണെന്നറിയോ? എന്തുകൊണ്ടാണ്? ഇവിടെ ഒരു വാചകം എഴുതിയിട്ടുണ്ട്, മക്കൾ ശ്രദ്ധിച്ചോ? കണ്ടോ? ശുക്രൻ അലൻ നളാഫ. ശുക്രൻ പറഞ്ഞേ, ഒന്ന് പറഞ്ഞു നോക്കിയേ. ശുക്രൻ അലൻ നളാഫ. വൃത്തിയാക്കി വെച്ചതിന് നന്ദി അല്ലേ? ഇവിടെ നല്ല വൃത്തിയായി ജമീലായിരിക്കുന്നുണ്ട് അല്ലേ? അപ്പോ നിങ്ങൾ വൃത്തിയാക്കിയതിന് നന്ദി, അല്ലെങ്കിൽ ഹൈജീൻ പാലിച്ചതിന് താങ്ക്സ് ഫോർ ക്ലീനിങ്. താങ്ക്സ് ഫോർ ക്ലീനിങ്, താങ്ക്സ് ഫോർ ഹൈജീൻ എന്ന് എഴുതിയിട്ടുള്ളത്. അപ്പൊ ഇവിടെ വൃത്തിയായി സൂക്ഷിക്കേണ്ട സ്ഥലമാണ് എന്ന് നമ്മുടെ ആർക്ക് മനസ്സിലായി? ഈ ആൾക്ക് മനസ്സിലായി. ആർക്ക് മനസ്സിലായി? ഇയാൾക്ക് മനസ്സിലായി. അങ്ങനെ പിറ്റേ ദിവസം ആര് വന്നു? നമ്മുടെ ഉമ്മാലുൽ ബലദിയ വന്നു. മൻഹും? ഉമ്മാലുൽ ബലദിയ. ഉമ്മാൽ നമ്മൾ പറഞ്ഞില്ലേ, കോർപ്പറേഷനിലെ ജോലിക്കാര്. അവര് വന്ന് പറയുകയാണ്, സബാഹൽ ഖൈർ. അതായത് എന്താ അവര് പറഞ്ഞത്? സബാഹൽ ഖൈർ. മക്കൾ പറഞ്ഞേ, സബാഹൽ ഖൈർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. അപ്പൊ നമ്മുടെ ആരാണിത്? ആ വേസ്റ്റ് കൊണ്ടിട്ട് പോയ ആളല്ലേ? അയാൾ പറഞ്ഞു സബാഹന്നൂർ. നമുക്ക് വേണമെങ്കിൽ ഇയാൾക്ക് ഒരു പേരിടാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരിട്ടോ. നമുക്ക് വേണമെങ്കിൽ ഹമീദ് ഖാനോ തോമസ് ഏട്ടനോ എന്ത് വേണമെങ്കിൽ ഇടാം കേട്ടോ. നമുക്ക് തോമസ് ഏട്ടൻ ഇടാം അല്ലേ? തോമസ് ഏട്ടൻ എന്ത് ചെയ്തു? സബാഹന്നൂർ, ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞപ്പോ തിരിച്ചും ഗുഡ് മോർണിംഗ് പറഞ്ഞു. നിങ്ങൾ പറയാറുണ്ടോ സബാഹൽ ഖൈർ? സബാഹൽ ഖൈർ എന്ന് പറഞ്ഞാൽ സബാഹന്നൂർ എന്ന് നമ്മൾ തിരിച്ചു പറയും. എന്നിട്ട് തോമസ് ഏട്ടൻ ഒരു കാര്യം കൂടി ചോദിച്ചു, മിൻ ഐന. നിങ്ങൾ എവിടെന്നാ വരുന്നത്? മിൻ ഐന. മിൻ ഐന, വേർ ആർ യു ഫ്രം? അപ്പൊ നമ്മുടെ ഉമ്മാലുൽ ബലദിയ എന്ത് പറഞ്ഞു? മിനൽ ബലദിയ. ഞങ്ങൾ കോർപ്പറേഷന് വരികയാണ്. ഈ വേസ്റ്റ് ഒക്കെ എന്താണ് ശേഖരിക്കുന്നത്? കോർപ്പറേഷൻ ആയിരിക്കും. എന്നിട്ട് അത് സംസ്കരിക്കും അല്ലേ? അതിന് ശരിയായ രീതിയിൽ എന്താണ് സൂക്ഷിക്കും. മനസ്സിലായോ? എന്താണ് കത്തിച്ച് കളയേണ്ടത് കത്തിച്ച് കളയും. എന്താണ് ചില വേസ്റ്റുകൾ അത് നമുക്ക് വളമാക്കി മാറ്റും അല്ലേ? അപ്പൊ എവിടെ നിന്ന് വരുന്ന പറഞ്ഞു? മിൻ ഐന മിനൽ ബലദിയ. ഞങ്ങൾ കോർപ്പറേഷൻ എന്നാ വരുന്നത്. അവര് ചോദിച്ചു, ഹൽ ഇന്ദക്കും കുമാമ, ഹൽ ഇന്ദക്കും ഡു യു ഹാവ് വേസ്റ്റ്? നിങ്ങളുടെ അടുത്ത് വേസ്റ്റ് ഉണ്ടോ അല്ലെ? ഇന്നലെ അയാൾ വേസ്റ്റ് ഇടാൻ പോയി നമ്മുടെ തോമസ് ഏട്ടൻ. അപ്പോ നമ്മുടെ തോമസ് ഏട്ടൻ പറഞ്ഞു, നാം, അതെ, ഇന്ത്യ കുമാമ, എന്റെ അടുക്കൽ വേസ്റ്റ് ഉണ്ട്. നിങ്ങൾ പറഞ്ഞു, ഹൽ ഇന്ദക്കും കലമുൻ, നിങ്ങളുടെ അടുക്കൽ പേനയുണ്ടോ? ഹൽ ഇന്ദക്കും കിതാബുൻ,
നിന്റെ അടുക്കൽ ബുക്ക് ഉണ്ടോ? അപ്പൊ ബുക്ക് ഉണ്ട് എന്ന് എങ്ങനെ പറയണം? നഅം, അതെ. ഇന്ദി കുമാമ, എന്റെ അടുക്കൽ വേസ്റ്റ് ഉണ്ട്. എന്റെ അടുക്കൽ ബുക്ക് ഉണ്ട് എങ്ങനെ പറയും? ഇന്ദി കുമാമ മാറ്റിയിട്ട് കിതാബ്, ഇന്ദി കിതാബ്, അല്ലേ? അങ്ങനെ വേസ്റ്റ് കൊടുത്തപ്പോ നമ്മുടെ എന്താണ്, എന്റെ അടുക്കൽ വേസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ തോമസ് ചേട്ടൻ ശുക്രൻ, താങ്ക് യു. നിങ്ങളൊന്ന് വന്ന് നമ്മുടെ ഹരിതകർമ്മസേന വരുന്നുണ്ട് അല്ലേ? അപ്പൊ അവരോടൊക്കെ നിങ്ങൾ എങ്ങനെ സംസാരിക്കോ? ശുക്രൻ, താങ്ക് യു, വേസ്റ്റ് ശേഖരിച്ചതിന് താങ്ക് യു എന്ന് പറഞ്ഞു. അപ്പോ നമ്മുടെ റൊമാൽ ബലതി എന്ന് പറഞ്ഞാൽ നോ മെൻഷൻ പ്ലീസ്. അതിന്റെ ഒന്നും കാര്യമില്ല, ഇതൊക്കെ ഞങ്ങളുടെ ഡ്യൂട്ടിയാണ് അല്ലേ? അങ്ങനെ പറയില്ല നമ്മള്, ശുക്രൻ അഫ്വൻ, അല്ലേ? അപ്പോ നമ്മളിതിൽ കുറച്ച് കാര്യങ്ങൾ പഠിക്കണം. സബാഹൽ ഖൈർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പറയണം? സബാഹൻ നൂർ. ഓക്കെ. മിൻ ഐന, എവിടെന്നാന്ന് ചോദിച്ചാൽ നിങ്ങൾ എവിടെന്നാന്ന് പറയണം. മിനൽ ബലദിയ, എവിടെന്നാണ്? കോർപ്പറേഷൻ. നിങ്ങൾ വീട്ടിൽ നിന്നാണെങ്കിലോ നിങ്ങളുടെ സ്ഥലപ്പേരും വെച്ച് പറയാം. നിങ്ങൾ പാലക്കാട് നിന്നാണെങ്കിൽ മിൻ പാലക്കാട്, തൃശ്ശൂർ നിന്നാണെങ്കിൽ മിൻ തൃശ്ശൂർ, ആലത്തൂരാണെങ്കിൽ മിൻ ആലത്തൂർ എന്ന് പറഞ്ഞു നോക്കണം കേട്ടോ. പിന്നെ അതുപോലെ ഹൽ ഇന്ദക്കും കുമാമ, വേസ്റ്റ് ഉണ്ടോ? എന്റെ അടുക്കൽ വേസ്റ്റ് ഉണ്ട്. പേനയുണ്ടോ? എന്റെ അടുക്കൽ ഇന്ദി കലമുൻ. അപ്പൊ ശുക്രൻ, താങ്ക് യു, താങ്ക് യു, നോ മെൻഷൻ പ്ലീസ്, അഫ്വൻ, അതിന്റെ ഒന്നും ആവശ്യമില്ല, സോറി, അഫ്വൻ, സോറി. മനസ്സിലായ മക്കളെ? അങ്ങനെ അഫ്വൻ പറഞ്ഞു കഴിഞ്ഞപ്പോ അവിടെ ആരുണ്ടായിരുന്നു? ഹുനാക്ക സുദീഖുൻ, അവിടെ ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു, നിങ്ങളുടെ കൂട്ടുകാരൻ. ആരാണ്? നമുക്ക് പിന്നെ എന്ത് പേരിടാം? ജോസഫ് എന്നിടാം. ജോസഫ് എന്നോ അല്ലെങ്കിൽ മെറിന്നോ എന്ത് വേണമെങ്കിലും ഇടാം. എന്താ? ആരാണ്? അത് നമ്മുടെ തോമസ് ചേട്ടന്റെ മോനാണ്. തോമസ് ചേട്ടന്റെ മോനാണ്. അപ്പോ നമ്മുടെ മെറിൻ ചോദിച്ചു, മൻഹും യാ ബാബ, മൻഹും, ഹൂ ആർ ദേ യാ ബാബ, മൈ ഫാദർ, ഹൂ ആർ ദേ, അവരാരാണ്? ആര് ചോദിച്ചു? മെറിൻ ചോദിച്ചു. അപ്പൊ നമ്മുടെ തോമസ് ചേട്ടൻ പറഞ്ഞു, അവർ ക്ലീനിങ് തൊഴിലാളികളാണ് അല്ലെ? നമ്മുടെ ഹരിതകർമ്മസേനയ്ക്ക് നമുക്ക് എന്ത് പറയാം? ഉമ്മാലുൻ നവാഫ എന്ന് പറയാം കേട്ടോ. ഉമ്മാലുൻ നവാഫ ആരാണ്? അവര് ക്ലീനിങ് തൊഴിലാളികളാണ്. മനസ്സിലായോ? ക്ലീനിങ് ലേബേഴ്സ്, ക്ലീനിങ് തൊഴിലാളി. അപ്പൊ നമ്മുടെ മെറിന് വീണ്ടും സംശയം, മാതാ യജ്മഊൻ, വാട്ട് ദേ ആർ കളക്ടിങ്, അവരെന്താണ് കളക്ട് ചെയ്യുന്നത്? അവരെന്താണ് ശേഖരിക്കുന്നത് ഉപ്പ അല്ലെങ്കിൽ അച്ഛ? എന്ത് പറഞ്ഞു? അപ്പൊ നമ്മുടെ വാപ്പ പറഞ്ഞു, അല്ലെങ്കിൽ തോമസ് ചേട്ടൻ പറഞ്ഞു, അൽ കുമാമ, അൽ കുമാമ. എന്താ കളക്ട് ചെയ്യുന്നത്? വേസ്റ്റ് ആണ് കളക്ട് ചെയ്യുന്നത്. അൽ കുമാമ, വേസ്റ്റ്. അത് കഴിഞ്ഞപ്പോ നമ്മുടെ ഉമ്മാലുൻ നവാഫ എന്ത് പറഞ്ഞറിയോ? തഫല്ലൽ, തഫല്ലൽ ന, തഫല്ലൽ ന, പിടിച്ചോ, തഫല്ലൽ ന. എന്തോ ഒരു സാധനം കൊടുത്തു അല്ലെ? ഒരു നോട്ടീസ് കൊടുത്തു. ഈ ഷാർ ഇവിടെ എന്തോ ഉണ്ടല്ല, 3 നിറത്തില് 3 ബോക്സുകൾ ഉണ്ട് അല്ലെ? എന്തിനായിരിക്കും അങ്ങനെ കൊടുത്തത്? വേസ്റ്റ് തരംതിരിച്ചിടാൻ വേണ്ടിയിട്ടാണ്. അതിനെക്കുറിച്ച് നമുക്ക് സാർ അടുത്ത ക്ലാസ്സിൽ പറയാം കേട്ടോ. അപ്പൊ നമ്മുടെ തോമസ് ചേട്ടൻ പറഞ്ഞു, ശുക്രൻ, താങ്ക് യു അല്ലെ? അത് കൊടുത്തപ്പോ തന്നതിന് നന്ദി എന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു സാധനം കൊടുക്കുമ്പോ തഫദ്ദൽ, തഫദ്ദൽ എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് കൊടുക്കണം. തഫദ്ദൽ. ഒരു ചോറ് കൊടുക്കുകയാണെങ്കിൽ, ഒരു മിഠായി കൊടുക്കുകയാണെങ്കിൽ തഫദ്ദൽ. എന്ത് പറയണം മക്കളെ? തഫദ്ദൽ. പറഞ്ഞേ, തഫദ്ദൽ. അപ്പൊ നമ്മൾ തിരിച്ച് ശുക്രൻ, താങ്ക് യു എന്ന് പറയാം. ഓക്കെ. അങ്ങനെ അവര് വേസ്റ്റ് ഒക്കെ പെറുക്കി കഴിഞ്ഞപ്പോ അവർക്ക് എന്ത് തോന്നി? അവർക്ക് വെള്ളം കുടിക്കാൻ തോന്നി. മൽവദിയെ നമ്മുടെ മെറിനോട് ചോദിച്ചു, ഉരീദുൽ മാ, ഉരീദുൽ മാ, എനിക്ക് ഇച്ചിരി വെള്ളം വേണം കേട്ടോ.
അപ്പൊ നമ്മുടെ മെറിൻ കൊണ്ട് കൊടുത്തു അല്ലെ. മെറിൻ വെള്ളം കാണിച്ചിട്ട് എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക അല്ലെ? പേന കാണിച്ച് എന്ത് പറയാന്നാ പറഞ്ഞത് സാർ നേരത്തെ? തഫദ്ദൽ. എന്ത് പറയണം? തഫദ്ദൽ. അപ്പൊ നമ്മൾ എന്ത് എഴുതണം ഇവിടെ? തഫദ്ദൽ എന്ന വാക്ക് നമുക്ക് എവിടെ എഴുതാം? ഇവിടെ എഴുതാം. മനസ്സിലായോ മക്കളെ? തഫദ്ദൽ. അപ്പൊ നമ്മുടെ ഉമ്മാലുൽ ബലദിയ എന്ത് പറയും? ആമിലുൽ ബലദിയ വെള്ളം കിട്ടിയതല്ലേ, തീർച്ചയായും താങ്ക്സ് പറയും. ശുക്രൻ. എന്ത് പറയും? ശുക്രൻ. പറഞ്ഞ മക്കളെ, ശുക്രൻ. ഇപ്പൊ വെള്ളം കൊടുക്കുമ്പോ നമ്മള് തഫദ്ദൽ അല്ലെ, ഇവിടെ നമ്മള് ശുക്രൻ. ഓക്കെ, എഴുതില്ലേ? ഇൻഷാ അല്ലാഹ്. അതുപോലെ ഇവിടെ നോക്കൂ, ഹുനാക സൂറത്തുൻ. ഒരു സൂറത്ത് ഉണ്ട് അല്ലേ? മാതാ ഫി സൂറ? ഫി സൂറത്തി ഷാഹിനത്തുൻ അല്ലേ? ഒരു ലോറി അല്ലേ നിൽക്കുന്നത്? അതെ അല്ലേ? ലോറിയിൽ എന്താ ഉള്ളത്? ഓ, കസീറും മിനൽ ഖുമാമാത്ത്. ധാരാളം വേസ്റ്റ് ഉണ്ട് അല്ലേ? അപ്പോ ഇവിടെ വേസ്റ്റ് എന്തിലാ ഇരിക്കുന്നത്? ലോറിയിലല്ലേ? ലോറിക്ക് നമ്മൾ എന്ത് പറയും? ഷാഹിന. നമ്മൾ മുമ്പൊക്കെ പഠിച്ചിട്ടുണ്ടോന്നല്ലേ 1ാം ക്ലാസ്സില്? ഷാഹിന. അപ്പൊ ലോറിയിൽ വേസ്റ്റ് ലോറിയിലാണെന്ന് നമുക്ക് പറയാം. ഇവിടെ 3 സെന്റൻസ് ഉണ്ട്. ഒന്നാമത്തെ നോക്കിക്കേ, അൽ ഖുമാമത്തു ഫിൽ ഖിതാബ്, അൽ ഖുമാമത്തു ഫിൽ ഷാഹിന, അൽ ഖുമാമത്തു ഫിൽ ഹാഫില. ഏത് സെന്റൻസാ നമ്മൾ ഇവിടെ എഴുതേണ്ടത്? സാറ് പറഞ്ഞു ഷാഹിനയാണ് ലോറിക്ക് അല്ലെ? അപ്പൊ ഇവിടെ വേസ്റ്റിന് വാക്കറിയാം മക്കൾക്ക്, ഖുമാമയാണ്. അപ്പൊ ഏതാ വരിക? ഏതാ വരിക? അൽ ഖുമാമത്തു ഫിൽ ഷാഹിന. നമുക്ക് ഇവിടെ എഴുതാം അല്ലെ? അൽ ഖുമാമത്തു ഫിൽ ഷാഹിന. വേസ്റ്റ് എവിടെയാണ്? ലോറിയിലാണ്. ഇനി വേസ്റ്റ് വീട്ടിലാണെന്ന് എങ്ങനെ പറയും? അപ്പൊ നമ്മള് അൽ ഖുമാമത്തു, വീടിന് വാക്കറിയില്ല മക്കൾക്ക്? ബൈത്ത്. അൽ ഖുമാമത്തു ഫിൽ ബൈത്ത് അല്ലെ? സ്കൂളിലാണെങ്കിലോ അൽ ഖുമാമത്തു ഫിൽ മദ്രസ. പിന്നെ ഇവിടെ നോക്കൂ, ഇവിടെ ഒരു ചിത്രമുണ്ട് അല്ലെ? ഇവിടെ ആരാണ് ഇവര്? മൻഹും? ഹും ഉമ്മാൽ. ഉമ്മാലുൻ നവാഫ, ക്ലീനിങ് തൊഴിലാളി അല്ലെ? അവരെന്താ ചെയ്യുന്നേ? ക്ലീനിങ് തൊഴിലാളികൾ വേസ്റ്റ് കളക്ട് ചെയ്യാണ് അല്ലെ? അപ്പൊ അൽ ഉമ്മാൽ, യജ്മഉൽ ഉമ്മാലു അൽ ഖുമാമ, യജ്മഉൽ സാരിഉ അൽ ഫവാക്കിഹ്, യജ്മഉൽ വലദു അൽ ഖുമാമ. ഏതാ ശരി? ഉമ്മാൽ അല്ലേ? യജ്മഉൽ ഉമ്മാലു അൽ ഖുമാമ. ജോലിക്കാർ വേസ്റ്റ് കളക്ട് ചെയ്യുന്നു എന്ന വാക്ക് നമുക്ക് എവിടെ എഴുതാം? ഇവിടെ എഴുതാം. ഓക്കെ, ഇവിടെ എന്താ? യജ്മഉൽ സാരി, കൃഷിക്കാരൻ പഴം കളക്ട് ചെയ്യുന്നു, കുട്ടി വേസ്റ്റ് കളക്ട് ചെയ്യും. അല്ലല്ലോ, ഇവിടെ ഉമ്മാലല്ലേ? അപ്പൊ നമുക്ക് ഇതിനെ നമുക്ക് ഇവിടേക്ക് എഴുതാം. റെഡിയല്ലേ? ഓക്കെ, ഇനി നമുക്ക് ഒരു ആക്ടിവിറ്റി കൂടി ഉണ്ട്. നഖറ. മാതാ നഖറ? ഹയ്യ നഖറ. ലെറ്റ്സ് റീഡ്. നമുക്ക് വായിക്കാം. ബദ്റുൻ. പറഞ്ഞ മക്കളെ, ബദ്റുൻ. ബ അല്ലേ? ത്വബീബുൻ, ത്വബീബുൻ. ഗുറാബുൻ, ഗുറാബുൻ. ഇവിടെ ശ്രദ്ധിച്ച മക്കളെ, റെഡ് കളറിൽ ഒരു അക്ഷരമില്ലേ? ഏതാണത്? ബ അല്ലെ? ബ തുടക്കത്തിൽ എഴുതിയപ്പോ ഒരു രീതി കണ്ടോ അല്ലെ? ബ തുടക്കത്തിൽ എങ്ങനെ എഴുതിയിട്ടുള്ളത്? ഇങ്ങനെ മുട്ടിക്കാതെ ബ അല്ലെ? ബ. ഇനി ഇടക്ക് വന്നപ്പോ എന്ത് സംഭവിച്ചു? വേറൊരു അക്ഷരമായിട്ട് ചേർന്നിരിക്കുക അല്ലെ? അപ്പൊ എന്താ വന്നിരിക്കുന്നത്? എങ്ങനെ വന്നിരിക്കണേ? ഇങ്ങനെ വെച്ചിട്ട് സാറിവിടെ എഴുതി കാണിച്ചു തരാം. ബ അല്ലെ? ഒരു കുനിപ്പ് ഇവിടെ ഇങ്ങനെ ചേർത്ത്. അപ്പൊ ഇടയ്ക്ക് ബ വരുമ്പോ ഇങ്ങനെ എഴുതാം. ഇനി ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴോ? വേണ്ട, ഒറ്റയ്ക്ക് ഇരിക്കുന്നത് അപ്പൊ നമ്മളിങ്ങനെ സാധാരണ പോലെ ബ അല്ലേ? ബുൻ. ഓക്കെ, അപ്പൊ ഈ ബ ആദ്യം വരുമ്പോ, ബ ഇടയ്ക്ക്, വാക്കിന്റെ ഇടയ്ക്ക് വരുമ്പോ അവസാനം വരും. അതുപോലെ തന്നെ ഒരു വാക്ക്, നമ്മുടെ അടുത്ത വാക്ക് നമുക്ക് വായിക്കാം.
എന്താ വായിക്ക? സമറുൻ, സമറുൻ. ബസിറത്തുൻ, ബസിറത്തുൻ. ലൈസുൻ. എന്താണ്? ലൈസുൻ. ഇവിടെ ശ്രദ്ധിച്ച മക്കള്, സ തുടക്കത്തിൽ ബാ പോലെ തന്നെ ഇരിക്കുന്നു അല്ലേ? ബായുടെ ഈ മുകളിലെ കുത്തൊഴിവാക്കിയ സായും നമ്മൾ ബാ എഴുതിയ പോലെ തന്നെ ഇടയ്ക്ക് വരുമ്പോ അല്ലെ? ഇടയ്ക്ക് വരുമ്പോ എങ്ങനെ വരണം? ഇങ്ങനെ, അല്ലേ? ഒന്നും കൂടി എഴുതാം. സാറ് മൗസ് കൊണ്ട് എഴുതുന്നതുകൊണ്ട് കറക്റ്റ് ആവണില്ല കേട്ടോ. നിങ്ങൾ ഇതുപോലെ എഴുതി പഠിക്കണം. ഇവിടെ താഴെ എഴുതാനുള്ളത് ലൈസുൻ കേട്ടോ. ലൈസുൻ. സാ എങ്ങനെ ഇടാം? ചേർത്തിരിക്കും, ഒറ്റയ്ക്ക്. പിന്നെ എങ്ങനെ എഴുതാം? ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെയും എഴുതാം. ഓക്കെ. അപ്പൊ ഇതാണ് ബായും സായും. ഇവിടെ എഴുതി പഠിക്കണം ഇതുപോലെ. ഇവിടെ എഴുതാം. അവിടെ കളർ കൊടുക്കാൻ കൊടുത്തിട്ടുണ്ട്. കളർ കൊടുക്കല്ല, ആദ്യം മക്കൾ അതിൽ എഴുതണം കേട്ടോ. ഏതുപോലെ? ഇങ്ങനെ എഴുതണം കേട്ടോ. പിന്നെ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ എഴുതണം. പിന്നെ അവസാനത്തില് ഇങ്ങനെ വരും. ഒറ്റയ്ക്ക് ഇങ്ങനെ വരും. റെഡിയല്ലേ? ഓക്കെ. അതുപോലെ തന്നെയാണ് സായും. സാ അവിടെ മുകളിലായിരിക്കും 3 കുത്തുണ്ടാവും. അതിനുശേഷം ഇവിടെ നമുക്ക് വാക്കുകൾ കൂട്ടി എഴുതണം. നേരത്തെ ബാ നമ്മൾ എങ്ങനെ തുടക്കത്തിൽ വരുമ്പോ സാർ ഇവിടെ എഴുതി കാര്യം ശ്രദ്ധിക്കാം. ബു ല് ബുലുൻ അല്ലേ? ബുൽ ബുലുൻ. പിന്നെ ജ ബലുൻ. എങ്ങനെ എഴുതാം? സാറൊന്ന് എഴുതാൻ പറ്റും നോക്കട്ടെ. ഓക്കെ. അടുത്തതോ? ജബലുൻ, ജബലുൻ. എന്താ അവിടെ ഇരിക്കണ്ടില്ലേ? അപ്പൊ ബായ് എങ്ങനെ ഇരിക്കണം നോക്കിയേ. അതുപോലെ സഇലബുൻ, സഇലബുൻ. സുമ അദബുൻ, അദബുൻ. ഓക്കെ. ഇത്രയും വാക്കുകളും മക്കളെ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി പാഠഭാഗങ്ങൾ പഠിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.